ഹായ് എവ്രി വൺ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്നൊരു വീക്കെൻഡ് ആണ് ആൻഡ് നല്ല മഴ ഓൾസോ പുറത്ത് പെയ്യുന്നുണ്ട്. അപ്പം ഞാൻ വിചാരിച്ചു ഇന്നൊരു ഷോപ്പിങ്ങിന് വേണ്ടി പോവാം. അപ്പോൾ ബെൽജിയത്തിൽ ഐക്യ ഉണ്ട്, അപ്പം അവിടേക്ക് പോവാൻ വിചാരിച്ചു. വീട്ടിലേക്ക് കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങാനുണ്ട്. അപ്പം ഐക്യ ഷോപ്പിങ്ങും പിന്നെ അതിൻ്റെ തൊട്ടടുത്ത് തന്നെ ഡിക്കാത്ലോൺ ഓൾസോ ഉണ്ട്. അപ്പോൾ ഡിക്കാത്ലോണിലുള്ള ഷോപ്പിംഗ് ആണ് ഇന്നത്തെ വ്ളോഗിൽ ഞാൻ കാണിച്ചു തരാൻ പോകുന്നത്. സോ വെൽക്കം ടു മൈ ഷോപ്പിംഗ് വ്ളോഗ്. ബെൽജിയത്ത് എർലോൺ പറഞ്ഞ സ്ഥലത്തേക്കാണ് ഞങ്ങൾ പുറപ്പെട്ടത്. അവിടെയാണ് ഡിക്കാത്ലോണും ഐക്യ ഓൾസോ ഉള്ളത്. അപ്പോൾ ഇവിടുന്ന് ഒരു ഹാഫ് ആൻ അവർ ജേണിയാണ്. അപ്പോൾ ലക്സംബർഗിൽ നിന്ന് പെട്രോളൊക്കെ അടിച്ച് ഞങ്ങൾ അങ്ങോട്ടേക്ക് യാത്രയായി. ആൻഡ് ഫൈനലി ഞങ്ങൾ എർലോണിലെത്തി. ആദ്യം തന്നെ പോയത് ഡിക്കാത്ലോണിലാണ്. നല്ല മഴ ഉണ്ടായിരുന്നു. അപ്പം ഡിക്കാത്ലോണിലേക്കാണ് ആദ്യം നമ്മൾ പോയത്. അങ്ങനെ നമ്മൾ ബെൽജിയത്തിലെ ഡിക്കാത്ലോൺ എത്തി. എർലോൺ പറഞ്ഞ സ്ഥലത്താണ് ഇതുള്ളത്. നാട്ടിലുള്ള അതേ ഡിക്കാത്ലോൺ പോലെ ഉണ്ടായിരുന്നു, പക്ഷേ കുറച്ചും കൂടി വലിയ ഷോറൂമേനും ആൻഡ് ഓൾസോ സാധനങ്ങളും കുറച്ചും കൂടി വെറൈറ്റി ഓഫ് സാധനങ്ങളും കുറച്ചും കൂടി കാണാൻ പറ്റി. പിന്നെ ഇപ്പോൾ സെയിൽസ് ഉള്ള സമയമാണ്, അപ്പം ചില ഐറ്റംസിനൊക്കെ സെയിൽസ് ഓൾസോ ഉണ്ടായിരുന്നു. ഡിക്കാത്ലോൺ ഷോപ്പിംഗ് കഴിഞ്ഞ ഉടനെ തന്നെ ഞങ്ങൾ ഐക്യയിലേക്ക് പോയി. ഇതിൻ്റെ തൊട്ടടുത്ത് തന്നെയാണ് ഐക്യ ഉള്ളത്. അപ്പോൾ ഞങ്ങൾ അങ്ങോട്ടേക്കാണുള്ള യാത്രയാണിത്. ഞങ്ങളൊരു 1:32 ഒക്കെ ആകുമ്പോഴാണ് ഐക്യയിൽ എത്തിയത്. അപ്പം നല്ല വിശപ്പുണ്ടായിരുന്നു. അപ്പോൾ ആദ്യം തന്നെ ഫുഡ് കഴിക്കാൻ അയച്ചു. അപ്പം ഞങ്ങൾ അവരെ ഫുഡ് കോർട്ടിലേക്ക് പോയി. വീക്കെൻഡ് ആയതുകൊണ്ട് നല്ല ഒടുക്കത്തെ തിരക്കായിരുന്നു. ആൻഡ് ഫുഡ് കോർട്ടിൽ തന്നെ ഭയങ്കര ക്യൂ ആയിരുന്നു. ഞാനിപ്പോൾ ഉള്ളത് ഐക്യൻ്റെ ഫുഡ് കോർട്ടിലാണ്. ഒടുക്കത്തെ തിരക്കാണ് ഇവിടെ. ഞാൻ ഇവിടെ വന്ന് സ്ഥലം പിടിച്ച് വെച്ചതാണ്. അപ്പം ലഞ്ച് ഇവിടുന്ന് കഴിക്കാമെന്ന് ഞങ്ങൾ വിചാരിച്ചു. അതിന് ഫുഡിന് വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യാണ്. എൻ്റെ ഇവിടുത്തെ ഒരു ഫേവറേറ്റ് ഫുഡാണ് ഇവിടുത്തെ മീറ്റ് ബോൾസും പിന്നെ ഈ ഒരു ചോക്ലേറ്റ് കേക്ക്. ഭയങ്കര ടേസ്റ്റാണ്. അപ്പം അതൊക്കെ കഴിച്ചു. ആൻഡ് ഫൈനലി നമ്മൾ വേസ്റ്റൊക്കെ ഇതിൽ ഡംപ് ചെയ്ത് എന്നിട്ട് അവിടെ പ്ലേറ്റ്സൊക്കെ അവിടെ വെച്ച് കൊടുത്താൽ മതി. അത് ട്രേ ആയിട്ട് പോയിക്കോളും. അങ്ങനെ ലഞ്ച് കഴിഞ്ഞതിന് ശേഷം ഞങ്ങൾ ഷോപ്പിങ്ങിന് വേണ്ടി ഇറങ്ങി. പിന്നെ ഓരോ റൂം സെറ്റപ്പ് ഉണ്ടെങ്കിലും ബ്യൂട്ടിഫുള്ളായിട്ട് അവർ സെറ്റപ്പ് ചെയ്തിട്ടുണ്ട്. സിറ്റിംഗ് റൂം, ഡൈനിങ് റൂം, അങ്ങനെയൊക്കെ നല്ല അടിപൊളി സെറ്റപ്പ്സ് അവിടെ കാണാം. പിന്നെ നല്ല അടിപൊളി സോഫാസ്, അങ്ങനെ കുഷ്യൻസ് ഒക്കെ നല്ല നല്ല സാധനങ്ങളുണ്ടായിരുന്നു. അങ്ങനെ ആവശ്യമുള്ള സാധനങ്ങളൊക്കെ നോക്കി വാങ്ങിച്ചു. വീട്ടിലേക്ക് വേണ്ട എല്ലാ സാധനങ്ങളും ഇവിടെ അവൈലബിൾ ആണ്. ആൻഡ് ഇപ്പോൾ 5 സെയിൽസ് ഓൾസോ നടക്കുന്നുണ്ട്. അപ്പോൾ ചിലതിനൊക്കെ ഓഫർ ഓൾസോ ഉണ്ടായിരുന്നു. നെക്സ്റ്റ് ആണ് താഴത്തെ നിലയിൽ പോയി. താഴത്തെ നിലയിൽ കിച്ചൺ സാധനങ്ങളെല്ലാം ഉണ്ടായിരുന്നു. പിന്നെ കുഷൻ കവർ, ബെഡ്ഷീറ്റ് കവർ, അങ്ങനത്തെ എല്ലാ സാധനങ്ങളും ഉണ്ടായിരുന്നു. പിന്നെ ലൈറ്റ്സിൻ്റെ ഒരു വലിയൊരു സെക്ഷൻ തന്നെ ഉണ്ടായിരുന്നു. പിന്നെ മിറേഴ്സ്, ഡിഫറെൻറ്റ് കൈൻഡ്സ് ഓഫ് മിറേഴ്സ്, വലുത്, ചെറുത്, അങ്ങനെ എല്ലാ ടൈപ്പ് ഓഫ് മിറേഴ്സ് ഉണ്ടായിരുന്നു. പിന്നെ നെക്സ്റ്റ് ഞങ്ങൾ കണ്ടത് എന്താ വെച്ചാൽ ഒരു ഗാർഡനിങ്ങിന് വേണ്ട എല്ലാ സാധനങ്ങളും ഉണ്ടായിരുന്നു. ഓരോ ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് പ്ലാന്റ്സ് ഉണ്ടായിരുന്നു. കാണാത്ത ഓരോ ടൈപ്പ് ഓഫ് പ്ലാന്റ്സ് ഇവിടെ കിട്ടും. പിന്നെ ഗാർഡനിങ്ങിന് വേണ്ട എല്ലാ സാധനങ്ങളും ഇവിടെ അവൈലബിൾ ആയിരുന്നു. ഗാർഡനിങ് സെക്ഷനിൽ തെങ്ങും വാഴയും വിൽക്കാൻ വേണ്ടി വെച്ച് കണ്ടു. തെങ്ങിന് 16 യൂറോയും വാഴയ്ക്ക് 12 യൂറോ ആയിരുന്നു. അങ്ങനെ ഇതെല്ലാം കണ്ട് ഷോപ്പിംഗ് ഒക്കെ കഴിഞ്ഞു. ബില്ലിംഗ് സെക്ഷനിൽ ബില്ലൊക്കെ ചെയ്തു. ആൻഡ് ഫൈനലി ഞങ്ങൾ ഡിക്കാത്ലോൺ ആൻഡ് ഐക്യ ഷോപ്പിംഗ് കഴിഞ്ഞിരിക്കുന്നു.
സോ ഐ ഹോപ്പ് യു എൻജോയ് ദിസ് വീക്കെൻഡ് ഷോപ്പിംഗ് വ്ളോഗ്. അപ്പോൾ നിങ്ങൾക്ക് ഈ വ്ളോഗ് ഇഷ്ടപ്പെട്ടാൽ ഡു ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ് മൈ ചാനൽ. മറക്കരുത്, എന്തായാലും ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്, പറ്റുകയാണെങ്കിൽ കമൻറ്റും ചെയ്യാം. സോ ബൈ, ഹാവ് ഫൺ.